നിങ്ങൾ എപ്പോഴെങ്കിലും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് അയ്യോ ഞാനിതെത്ര നേരമായി തുടങ്ങിയിട്ട് എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം മുൻപ് നിങ്ങൾ പുതിയൊരു ദിവസത്തിലേക്ക് കണ്ണു തുറന്നിട്ടേ ഉണ്ടാവുകയുള്ളൂ. അടുത്ത നിമിഷം തലേ ദിവസം ചിന്തിക്കുക പോലും ചെയ്യാത്ത വീഡിയോകൾ, റീലുകൾ, സെൽഫികൾ, സ്റ്റോറികൾ എന്നിവയുടെ ഒരു വലയ്ക്കുള്ളിൽ നിങ്ങൾ ആഴത്തിൽ പെട്ടുപോയിട്ടുണ്ടായിരിക്കും. പല്ലു തേക്കുന്നത് കാത്തിരിക്കാം, പ്രഭാത ഭക്ഷണം കാത്തിരിക്കാം, എന്നാൽ ആ വിരലോടിക്കൽ, ആ ടാപ്പ് ചെയ്യൽ, തള്ളവിരലിൻ്റെ ആ ചെറിയ ചലനം, അതിന് കാത്തിരിക്കാനാകുന്നില്ല. പക്ഷേ ഇതൊരിക്കലും നിങ്ങളുടെ തെറ്റല്ല എന്ന് ഞാൻ പറഞ്ഞാലോ? നിങ്ങളുടെ ദിവസേനയുള്ള ഈ സ്ക്രോളിംഗ് ഒരു നിരുപദ്രവകരമായിട്ടുള്ള ശീലമല്ല, മറിച്ച് അതൊരു തട്ടിയെടുക്കലാണ്. നിങ്ങളുടെ ശ്രദ്ധയെ തട്ടിയെടുക്കുന്നു, നിങ്ങളുടെ വികാരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തെ തന്നെ അത് തട്ടിയെടുക്കുകയാണ്. കാരണം സത്യം അതാണ്. ഞാനും കരുതിയിരുന്നത് ഇൻസ്റ്റാഗ്രാം വെറും ഒരു ആപ്പ് മാത്രമാണെന്നുള്ളതാണ്. ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യാനും, സുഹൃത്തുക്കളുടെ ജീവിതത്തിലേക്ക് ഒളിഞ്ഞു നോക്കാനും, സെലിബ്രിറ്റികളെ പിന്തുടരാനും, തമാശയും രസവുമുള്ള വീഡിയോകൾ കണ്ട് ചിരിക്കാനുമുള്ള ഒരിടം. എന്നാൽ സത്യം എന്താണ്? ആ ഒരു പ്ലാറ്റ്ഫോം ഒരു ഫോട്ടോ ആപ്പിൻ്റെ രൂപത്തിൽ വേഷം മാറിയെത്തിയ ഒരു ബിഹേവിയറൽ ലാബാണ്. നമ്മൾ ലാബിലെ ഗിനിപ്പന്നികളും. നമ്മൾ അതിനുള്ളിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും അത് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലാബ്. നിങ്ങളുടെ തള്ളവിരൽ എത്ര വേഗത്തിൽ സ്ക്രോൾ ചെയ്യുന്നു എന്നതു മുതൽ ഏത് പോസ്റ്റിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിന് പ്രേരിപ്പിക്കുന്നത് എന്നതുവരെയും, നിങ്ങൾ ഏറ്റവും സജീവമായിരിക്കുന്ന സമയം മുതൽ ഒരു ചിത്രത്തിലെ ഏതു പ്രകാശ സംവിധാനമാണ് നിങ്ങളുടെ നോട്ടം കൂടുതൽ നേരം പിടിച്ചു നിർത്തുന്നത് എന്നതുവരെയുമെല്ലാം അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് ഒരു ക്രമീകരണമൊന്നും ഇല്ലാതെ വരുന്ന ഉള്ളടക്കമൊന്നുമല്ല. അതൊരു കണ്ണാടിയാണ്. നമ്മുടെ ആഗ്രഹങ്ങളുടെ, അരക്ഷിതാവസ്ഥകളുടെ, ഡോപ്പമിൻ ട്രിഗറുകളുടെ എല്ലാം ഒരു യന്ത്രനിർമ്മിത AI വ്യക്തിഗതമായിട്ടുള്ള കണ്ണാടി. ഓരോ സ്ക്രോളും അതിന് തീറ്റ കൊടുക്കലാണ്. ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാം. ഇൻസ്റ്റാഗ്രാമിലെ യഥാർത്ഥ ശക്തി അത് എന്ത് കാണിക്കുന്നു എന്നതിലല്ല, മറിച്ച് എന്ത് കാണിക്കണം എന്നത് എങ്ങനെ തീരുമാനിക്കുന്നു എന്നതിലാണ്. നിങ്ങൾ കാണുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബിഹേവിയറൽ അൽഗോരിതങ്ങളിൽ ഒന്നിൻ്റെ ഫലമാണ്. ഓരോ ടാപ്പും ഓരോ നിമിഷത്തെ മടിയും ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്കുകളിലേക്ക് നൽകുന്ന ഡാറ്റയാണ് ആപ്പ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അത് ഊഹിക്കുകയല്ല, അത് കൃത്യമായി പ്രവചിക്കുന്നുണ്ട്. നിങ്ങളെ പതുക്കെ പതുക്കെ അടുത്തതിന് തള്ളി നീക്കുന്നതിന് വേണ്ടി അത് നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു. എന്നിട്ട് കൂടുതൽ കിട്ടുന്ന രീതിയിൽ തിരിച്ചു വരാനായി അത് നിങ്ങളെ പരിശീലിപ്പിക്കുന്നു. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ആപ്പ് തുറക്കുക, എക്സ്പ്ലോർ പേജിൽ ടാപ്പ് ചെയ്യുക. നിങ്ങൾ കാണുന്നത് ക്രമമില്ലാത്ത ഉള്ളടക്കത്തിൻ്റെ ഒരു കൂട്ടമാണെന്ന് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. അതൊരു മനഃശാസ്ത്രപരമായിട്ടുള്ള രൂപരേഖയാണ്. ഓരോ ടൈലും, ഓരോ പോസ്റ്റും, അതിനിടയിൽ വരുന്ന പരസ്യവും നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ന്യൂറൽ വീക്ക്നെസ്സുകളെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശ്രദ്ധാപൂർവം അതൊക്കെ തിരഞ്ഞെടുത്തതാണ്. ഒരു നായ തമാശ രൂപഭാവങ്ങൾ കാണിക്കുന്ന മുഖമുള്ള റീല് നിങ്ങൾ കണ്ടിട്ടില്ലേ? എങ്കിലും അത് യാദൃച്ഛികമല്ല. മൃഗങ്ങളുമായി ബന്ധപ്പെട്ട ഉള്ളടക്കത്തിൽ നിങ്ങളുടെ മുൻകാല ഇടപെടൽ രീതികൾ ഇൻസ്റ്റാഗ്രാമിന് നന്നായിട്ട് അറിയാം. നിങ്ങൾ തിരയാതെ തന്നെ നിങ്ങൾ എന്താണ് കാണേണ്ടതെന്നും അത് കാണാൻ നിങ്ങൾ നിർത്താതെ സ്ക്രോൾ ചെയ്യുമെന്നും അതിനറിയാം. നിങ്ങൾ കണ്ടു നിർത്തിയ മേക്കപ്പ് ട്യൂട്ടോറിയലിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ട് എന്ന് അൽഗോരിതത്തിന് അറിയാമായിരുന്നു. നിങ്ങളുടെ ഫോർ യു ഫീഡ് പോലും യഥാർത്ഥത്തിൽ നമ്മുടേതല്ല, അത് നിങ്ങളെ അവിടെ തന്നെ നിലനിർത്താനുള്ളതാണ്. നിങ്ങൾ എത്രത്തോളം നേരം ആപ്പിൽ നിലനിൽക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ കൂടുതൽ തവണ തിരിച്ചു വരാൻ വേണ്ടിയുള്ള രീതിയിലാണ് അത് ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ്? വേരിയബിൾ റിവാർഡ് എന്നറിയപ്പെടുന്ന ഒരു ആശയമാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. സ്ലോട്ട് മെഷീനുകൾ ആളുകളെ എങ്ങനെയാണോ അടിമകളാക്കുന്നത്, അല്ലെങ്കിൽ കസീനോകൾ എങ്ങനെയാണ് ആളുകളെ അടിമകളാക്കുന്നത്, അതേ മനഃശാസ്ത്രപരമായിട്ടുള്ള സംവിധാനമാണ് ഇവിടെയുള്ളത്. ഇവിടെ വെറും ഡോപ്പമിനല്ല, പ്രവചനാതീതമായ ഡോപ്പമിനാണ് കാര്യങ്ങൾ ഉറപ്പിക്കുന്നത്. ലൈക്കുകൾ, വ്യൂകൾ, കമൻറ്റുകൾ, ഫോട്ടോകൾ ഇവയൊന്നും കൃത്യമായ ഇടവേളകളിലല്ല വരുന്നത്. അവ ക്രമരഹിതമായ എക്സ്പ്ലോഷനായിട്ട് നമുക്ക് തോന്നും. എന്നാൽ ആ ക്രമരാഹിത്യം നമ്മുടെ തലച്ചോറിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കുന്ന രീതിയിൽ കബളിപ്പിക്കപ്പെട്ട ഒരു ഔട്ട്പുട്ടാണ്. ജേണൽ ഓഫ് ബിഹേവിയറൽ അഡിക്ഷനിലെ 2020 ഒരു പഠനം അനുസരിച്ച് ഇൻസ്റ്റാഗ്രാമിൻ്റെ റിവാർഡ് സിസ്റ്റം ചൂതാട്ട കേന്ദ്രങ്ങളിലെ ചൂതാട്ട രീതികളെ അനുകരിക്കുന്ന ഒന്നാണ്. നിങ്ങൾ വീണ്ടും വീണ്ടും ഇൻസ്റ്റാഗ്രാം തുറന്നു നോക്കുന്നത് ഒരു ലൈക്ക് കിട്ടിയത് കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ഒരെണ്ണം കിട്ടിയേക്കാം എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ടാണ്. ഇത് സോഷ്യൽ നെറ്റ്വർക്കിംഗ് അല്ല, ഇത് നിങ്ങളുടെ പോക്കറ്റിനുള്ളിലെ ഒരു ഡിജിറ്റൽ ചൂതാട്ട കേന്ദ്രമാണ്. ഇതിൽ ഏറ്റവും ഭയാനകരമായിട്ടുള്ള ഭാഗം ഇതിനൊരു എൻഡ് ഇല്ല എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള സ്ക്രോൾ ഉണ്ടല്ലോ, അതൊരു പക്ഷേ ഏറ്റവും അപകടകരമായിട്ടുള്ളൊരു സവിശേഷതയാണ്. ഫീഡിനൊരു അടിത്തട്ടില്ല. നിങ്ങൾ പേജ് മറിച്ച് ബുക്ക് വായിച്ച് തീർക്കുന്നത് പോലെയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റ് വായിച്ച് തീർക്കുന്നത് പോലെയുള്ള ഒരു ഫിനിഷ് ലൈൻ ഇല്ല. ഒരു എൻഡിങ്ങിനും സൂചന തരാത്ത രീതിയിൽ നിങ്ങളുടെ തലച്ചോറ് സമയം രേഖപ്പെടുത്താത്ത രീതിയിൽ അതിങ്ങനെ തന്നുകൊണ്ടിരിക്കും. നിങ്ങൾ എത്ര നേരമായി സ്ക്രോൾ ചെയ്യുന്നു എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ? സത്യത്തിൽ നമുക്കത് നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നമ്മൾ സ്വയം പറയുന്നത്
ഒരു 5 മിനിറ്റ് കൂടി നോക്കിക്കളയാം. എന്നിട്ട് അതൊരു മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഡിജിറ്റൽ ബ്ലാക്ക് ഹോളിനകത്തേക്ക് വീഴുന്ന രീതിയിൽ നമ്മളെ അപ്രത്യക്ഷമാക്കുന്നു. നമ്മൾ നഷ്ടപ്പെടുത്തുന്നത് നമ്മുടെ സമയം മാത്രമല്ല, അതിലും ആഴത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. നമുക്ക് നമ്മുടെ ശ്രദ്ധ നഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട്, നമുക്ക് എന്താണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തുന്നുണ്ട്. മറ്റുള്ളവർ നമുക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് നേരിട്ട് ഇഷ്ടപ്പെടില്ല. പക്ഷേ ഇവിടെ അതാണ് ശരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾ അതിന് ഡാറ്റ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായി നിങ്ങൾ തിരിച്ച് രൂപപ്പെടുകയാണ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് എന്താണ് എന്ന് അത് നിരീക്ഷിക്കുക മാത്രമല്ല, നിങ്ങൾ എന്ത് ഇഷ്ടപ്പെടണം എന്നത് നിങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. താമസിയാതെ ആപ്പ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ലാതാകുന്നു. പകരം നിങ്ങളെ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനായി അത് മാറുന്നു. നിങ്ങൾ ആരാണെന്ന് നിർവചിക്കാൻ തുടങ്ങുന്ന ഒരിടം, നിങ്ങൾ ലോകത്തെ എങ്ങനെ കാണുന്നു എന്ന് തീരുമാനിക്കുന്ന ഒരിടം, മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നും ഒരുപക്ഷെ ഭയാനകരമായിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ എങ്ങനെ കാണണമെന്നും അതിനെ നിർവചിക്കാൻ കഴിയും. ലോകത്തിലെ ഏറ്റവും ആസക്തി ഉണ്ടാക്കുന്ന പദാർത്ഥം ഹെറോയിനോ മദ്യമോ നിക്കോട്ടിനോ അല്ലെന്ന് പറയാറുണ്ട്. അത് ഡോപ്പമിനാണ്. അതൊരു ഹോർമോണാണ്. നമുക്ക് സന്തോഷമോ പ്രതിഫലമോ അംഗീകാരമോ തോന്നുമ്പോഴെല്ലാം നമ്മുടെ തലച്ചോറിനെ സ്പന്ദിക്കുന്ന ആ ഒരു അദൃശ്യമായ തന്മാത്രയുണ്ടല്ലോ, അതാണ് ഇവിടെ ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഡോപ്പമിൻ ഒരു റിവാർഡൊന്നുമല്ല, അതൊരു ആസക്തിയാണെന്ന് ഞാൻ പറയും. അഡിക്ഷനാണ്, ആഗ്രഹമാണ്, പ്രേരണയാണ്. അതെ, ഇപ്പോൾ കിട്ടിയതിനേക്കാൾ കൂടുതൽ വേണം, ഇപ്പോൾ തന്നെ വേണം എന്ന് പറയുന്നൊരു സിഗ്നലാണത്. ഇൻസ്റ്റാഗ്രാം അതൊരു ഡോപ്പമിൻ ഡിസ്ട്രിബ്യൂഷൻ മെഷീനാണ്. ഓരോ നോട്ടിഫിക്കേഷനും, ഓരോ ഹൃദയാകൃതിയിലുള്ള ലൈക്കും, ഓരോ ഫോളോവർ റിക്വസ്റ്റുകളും, ഓരോ വ്യൂ കൗണ്ടും ഒന്നായി വർദ്ധിക്കുമ്പോൾ പോലും നമുക്കതൊരു മൈക്രോ ഡോസായിട്ട് ഫീൽ ചെയ്യും. ഞാൻ യൂട്യൂബിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുമ്പോൾ ഇടക്കാലത്ത് വെച്ച് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷം തോന്നുന്നത് ഈ വ്യൂവർഷിപ്പ് കൗണ്ട് കൂടുമ്പോഴാണ്. ഒരു നാഡീപരമായിട്ടുള്ള ഹിറ്റ്. ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ മാത്രമല്ല, ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ അഡിക്ഷനെ കുറിച്ചുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നമ്മുടെ ആത്മാവിൽ നിന്നുള്ളൊരു ഡിജിറ്റൽ സിഗരറ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ പറയാം. നിങ്ങളൊരു മുറിയിൽ ശാന്തമായി ഇരിക്കുന്നതായി സങ്കല്പിക്കുക. നിങ്ങൾ തനിച്ചാണ് ഇരിക്കുന്നത്, അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് അങ്ങനെ നിശ്ചലത ഇഷ്ടമില്ല. അത് ഉത്തേജനത്തിന് വേണ്ടി അടിമപ്പെട്ടിരിക്കുകയാണ്. ഒന്ന് മൂവ് ചെയ്യാൻ, വെട്ടം കാണാൻ, അടുത്തൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടിയും അതിൽ നിന്ന് റിവാർഡ് കിട്ടുന്നതിന് വേണ്ടിയും അത് ആഗ്രഹിക്കുന്നു. കാരണം നിശബ്ദത എന്ന് പറയുന്നത് അസ്വസ്ഥതയാണെന്നും വിരസത വേദനയാണെന്നും അത് പരിഹരിക്കാൻ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള മൊബൈൽ ഫോൺ ആപ്ലിക്കേഷനുകൾക്ക് കഴിയുമെന്നും അങ്ങനെ കിട്ടുന്ന ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിനെ സന്തോഷപ്പെടുത്തുമെന്നും പരിശീലിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രശസ്ത മനോരോഗ വിദഗ്ധനും ഡോപ്പമിനേഷൻ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായിട്ടുള്ള ഡോക്ടർ അന്ന ലെപ്കെ സുഖവേദന സന്തുലിതാവസ്ഥ അഥവാ പ്ലഷർ പെയിൻ ബാലൻസ് എന്ന് വിളിക്കുന്ന ഒന്നിനെക്കുറിച്ച് പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നമ്മൾ സുഖം തേടുമ്പോൾ, പ്രത്യേകിച്ച് എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സുഖം തേടുമ്പോൾ, നമ്മൾ മനഃപൂർവ്വം സ്വഭാവം മാറ്റുകയും നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ തലച്ചോറ് വേദന കൊണ്ട് അതിനെ സന്തുലിതമാക്കാൻ ശ്രമിക്കുകയും ചെയ്യും. നമുക്കൊരു മടിയോ മറ്റോ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പെയിൻ തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനാൽ ഒരു ചെറിയ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം സ്ക്രോൾ ചെയ്യുന്നുവോ അത്രത്തോളം നമുക്ക് പിന്നീട് ശൂന്യത അനുഭവപ്പെടും. നിങ്ങൾ കുറേ നേരം സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു സംതൃപ്തി ഇല്ലെങ്കിൽ അത്രയും നേരം കിട്ടിയ സ്ക്രോളിങ്ങിൻ്റെ സന്തോഷം കൂടി പിന്നെ നമുക്കൊരു ഡിപ്രഷൻ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ആ ഒരു ശൂന്യത ഉണ്ടാവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സ്ക്രോളിങ് നിർത്തില്ല. ഇതിനെയാണ് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ ബിഹേവിയറൽ അഡിക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാതൽ ഇതാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിന് അടിമയല്ല, അത് നിങ്ങളെ ഒരു നിമിഷത്തേക്ക് എങ്ങനെ അനുഭവിപ്പിക്കുന്നു എന്നുള്ളതിന് നിങ്ങൾ അടിമയാണ്. അതിനുശേഷം മണിക്കൂറുകളോളം അത് നിങ്ങളെ എങ്ങനെ അനുഭവിക്കുന്നു എന്നതിനെ ഭയപ്പെടുത്തുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ എത്ര നേരം വെറുതെ ഇരിക്കുമെന്ന് ആലോചിച്ച് ചിന്തിക്കാറില്ലേ? ചില സ്ഥലങ്ങളിൽ പോയിരിക്കുമ്പോൾ, ഫോൺ എടുക്കാതെ ഒരു കല്യാണത്തിന് പോകുമ്പോൾ. സോ ഈ ലൂപ്പ് പുതിയതൊന്നുമല്ല. 1950കളിൽ മനഃശാസ്ത്രജ്ഞനായ B.F. സ്കിന്നർ പ്രാവുകളിൽ ഒരു കൂട്ടം പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഭക്ഷണം എന്ന് പറയുന്ന പ്രതിഫലത്തിനായി ഒരു ബട്ടൺ കൊത്താൻ അദ്ദേഹം പ്രാവുകളെ പരിശീലിപ്പിച്ചു. ഓരോ തവണ ഭക്ഷണം കൊടുക്കുമ്പോഴും അത് ബട്ടണിൽ കൊത്തുകയാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ കൊടുക്കില്ല. എന്നാൽ പിന്നീട് ഇതിനൊരു ഓർഡറൊന്നും ഇല്ലാത്ത രീതിയിൽ വന്നപ്പോൾ എല്ലാ പ്രാവശ്യവും വെറുതെ തന്നെ പ്രാവുകൾ ആവേശത്തോടെ ബട്ടണിൽ കൊത്തി. ഇനിയെങ്ങാനും ഭക്ഷണം കിട്ടിയാലോ? ഇത് നിങ്ങൾക്ക് പരിചിതമായി തോന്നുന്നുണ്ടോ? ഇതാണ് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന് പറയുന്നൊരവസ്ഥ. നിങ്ങൾ നിങ്ങളുടെ ഫീഡിനുള്ളിൽ സജീവമായി നിലനിൽക്കുന്ന ഓരോ സ്വൈപ്പും ഓരോ കൊത്താണ്, ഓരോ നോട്ടിഫിക്കേഷനും ഒരു ഗുളികയാണ്. നിങ്ങൾ കൂട് കാണുന്നില്ല എന്ന് മാത്രം. പക്ഷേ ആ കൂട് സത്യമാണ്. അതിൻ്റെ അഴികൾ താരതമ്യം കൊണ്ട് നിർമ്മിച്ചതാണ്. കാരണം ഡോപ്പമിൻ ലൈക്കുകൾ കൊണ്ട് മാത്രമല്ല പ്രവർത്തനക്ഷമമാകുന്നത്, സാമൂഹിക സ്ഥാനനിർണ്ണയം കൊണ്ടും അതിന് പ്രവർത്തിക്കാൻ കഴിയും. കൂട്ടിലെ നിങ്ങളുടെ സ്ഥാനമാണത് നിർണ്ണയിക്കുന്നത്. FOMO എന്ന് കേട്ടിട്ടുണ്ടോ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നഷ്ടപ്പെടുമോ എന്ന ഭയത്തേക്കാൾ ഫലപ്രദമായി ഒരു പ്രാഥമിക സഹജാവബോധത്തെ മറ്റൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ ആപ്പ് തുറക്കുന്നു. നിങ്ങൾ ഒരാളെ ഒരു യാഷിൽ കാണുകയാണ് അതിൻ്റെ പോസ്റ്റിൽ. മറ്റൊരാൾ പുതിയൊരു ഐഫോൺ വാങ്ങി. ഒരു സഹപാഠിക്ക് 6 pack ABSഉം അയാളുടെ ഒരു റീലിന് 2 ലക്ഷം അല്ലെങ്കിൽ 20 ലക്ഷം വ്യൂസും കിട്ടുന്നുണ്ട്. നിങ്ങളുടെ അയൽക്കാരൻ ബാലിയിൽ അവധിക്കാലം ആഘോഷിക്കുന്ന പോസ്റ്റ് നിങ്ങൾ കാണുന്നു. അതേസമയം നിങ്ങൾ വള്ളി നിക്കർ ഇട്ടുകൊണ്ട് നിങ്ങളുടെ കട്ടിൽ കിടക്കുകയാണ്. നിങ്ങൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കുന്നത് അവർക്ക് നല്ലത് വരട്ടെ എന്നല്ല. പകരം അത് പറയുന്നത്, ഇതിനകത്തൊന്നും ഞാനില്ല, എനിക്കിതൊന്നും കിട്ടാത്ത എന്ത്, ഞാൻ പിന്നിലാണോ,
ഞാൻ തോൽക്കുകയാണോ എന്നാണ്. ഇതിനെ അമിഗ്ഡാലയാണ് കൺട്രോൾ ചെയ്യുന്നത്, നിങ്ങളുടെ തലച്ചോറിൻ്റെ ഭയത്തിൻ്റെ കേന്ദ്രം. സാമൂഹിക ഭീഷണി നേരിടുന്നുണ്ട് എന്ന് നിങ്ങളെ നിരന്തരം അറിയിക്കുക. ഇതൊരു പൊങ്ങച്ചൊന്നുമല്ല, ഇത് അതിജീവനത്തിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ആണ്. പണ്ട് പരിണാമത്തിനിടയ്ക്ക് ഗോത്രവർഗ കാലഘട്ടത്തിൽ സമൂഹത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് മരണത്തിന് തുല്യമാണ്. കാരണം ഒറ്റപ്പെട്ടു പോയാൽ മരിച്ചു. ഈ ഒരു ട്രെൻഡിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു മീമിൽ നിന്നോ നമ്മളൊരു നേരം പുറത്താക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ സത്യത്തിൽ ഇതേ ഗോത്ര ചിന്തയാണ് നമുക്ക് അനുഭവപ്പെടുക, മരണത്തിന് തുല്യം. 2013 പ്രീസി ബെൽസ്കിയും സഹപ്രവർത്തകരും നടത്തിയ ഒരു പഠനം ഉയർന്ന രീതിയിലുള്ള ഇൻസ്റ്റാഗ്രാം ഉപയോഗവും FOMO നിലകൾ, അതായത് ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടും തമ്മിലുള്ള ബന്ധം കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ FOMO അനുഭവപ്പെടും തോറും നിങ്ങൾ കൂടുതൽ സ്ക്രോൾ ചെയ്യാനുള്ളൊരു ടെൻഡൻസിയാണ് ഉണ്ടാകുന്നത്. ഇൻസ്റ്റാഗ്രാം ഈ ഒരു വികാരത്തെ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമായിട്ട് കാണുന്നു. ഇത് നിങ്ങളെ ഭയത്തിൽ നിന്നും നിങ്ങളുടെ ആഗ്രഹത്തിൽ നിന്നും നിങ്ങളുടെ ഏകാന്തതയിൽ നിന്നും ലാഭമുണ്ടാക്കാനുള്ള വഴികളാണ് തേടുക. ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ കാണുന്നത് യഥാർത്ഥമല്ല, അത് യഥാർത്ഥ ജീവിതവുമല്ല. അത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു ഭാഗം മാത്രമാണ്. അത് അയാളുടെ ടോട്ടൽ ലൈഫിൻ്റെ 1% താഴെ മാത്രമായിരിക്കും. സോ പരമാവധി അസൂയ ഉണ്ടാക്കാൻ വേണ്ടി ക്യൂറേറ്റ് ചെയ്തതും ഫിൽറ്റർ ചെയ്തതും എഡിറ്റ് ചെയ്തതും എന്നാൽ നിങ്ങളുടെ തലച്ചോറിന് അറിയാൻ കഴിയാത്ത രീതിയിലുമാണ് അത്തരം പോസ്റ്റുകൾ വരുന്നത്. അതിപ്പോഴും എപ്പോഴും താരതമ്യം ചെയ്യുന്നുണ്ട്. ഇതാണ് സോഷ്യൽ കമ്പാരിസൺ തിയറി എന്ന് പറയുന്നത്. 1954 മനഃശാസ്ത്രജ്ഞനായ ലിയോൺ ഫെസ്റ്റിംഗർ അവതരിപ്പിച്ചൊരു തിയറിയാണത്. നമ്മൾ മറ്റുള്ളവരുമായി താരതമ്യപ്പെടുത്തിയാണ് നമ്മുടെ മൂല്യം അളക്കുന്നത്. മറ്റെല്ലാവരും കൂടുതൽ സമ്പന്നരും സുന്ദരികളും സുന്ദരന്മാരും തമാശക്കാരും കൂടുതൽ വിജയികളുമായിട്ട് നമുക്ക് തോന്നുമ്പോൾ നിങ്ങൾക്ക് കുറവുള്ളതുപോലെ സ്വയം തോന്നും. മാത്രമല്ല, നിങ്ങൾ അദൃശ്യനാണെന്ന് തോന്നും. ഞാനൊരു കഠിനമായ ചോദ്യം ചോദിക്കാം. അവസാനമായി എപ്പോഴാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം തുറന്നത്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് മെച്ചപ്പെട്ടതായി ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് തോന്നിയിട്ടുണ്ടോ? അവസാനമായി എപ്പോഴാണ് ആ ആപ്പ് നിങ്ങൾ ക്ലോസ് ചെയ്തത്? മുമ്പത്തേക്കാൾ കൂടുതൽ സമാധാനത്തോടു കൂടിയാണോ നിങ്ങളത് ചെയ്തത്? നിങ്ങളുടെ ഉത്തരം എനിക്ക് ഓർമ്മയില്ല എന്നാണെങ്കിൽ നിങ്ങൾ തനിച്ചല്ല, നിങ്ങൾ വെറും ഒരു മനുഷ്യനാണ്. നിങ്ങൾ വലിയൊരു സൂപ്പർ കമ്പ്യൂട്ടറിനെതിരെയാണ് മത്സരിക്കുന്നത്. തലച്ചോറ് മറക്കുമെന്നും ശരീരം ഓർക്കുമെന്നും അവർ പറയുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിന് അടിമയാണെന്ന് ആദ്യമായി തിരിച്ചറിഞ്ഞപ്പോൾ അതൊരു നാടകീയ നിമിഷമായിരുന്നില്ല. കണ്ണുനീരില്ല, തകർച്ചയില്ല. അതിനേക്കാൾ വളരെ ശാന്തമായൊരവസ്ഥയായിരുന്നു. എൻ്റെ കഴുത്തിലെ വേദനയായിരുന്നു അതിലെ ഏറ്റവും വലിയ ഒരു പരിഹാരം. എൻ്റെ കണ്ണുകളിലെ നീറ്റലുണ്ടായിരുന്നു, അത് മാറി. സ്ക്രീനിൽ നിന്ന് തലയുയർത്തി നോക്കിയപ്പോൾ തോന്നിയ ഒരു വിചിത്രമായ കുറ്റബോധത്തിലായിരുന്നു ഇതെല്ലാം മനസ്സിലാവുന്നത്. മറ്റൊരു മണിക്കൂർ ആ സമയത്തേക്ക് പോയി കഴിഞ്ഞിരുന്നു. ഈ ആസക്തി നിങ്ങളുടെ മനസ്സിൽ മാത്രമല്ല ജീവിക്കുന്നത്, അത് നിങ്ങളുടെ ശരീരത്തിൻ്റെ വിരലടയാളങ്ങളായി അവശേഷിക്കാറുണ്ട്. ലളിതമായ ഒന്നിൽ നിന്ന് തുടങ്ങാം. ശരീരത്തിൻ്റെ നില അഥവാ പോസ്റ്റർ. അതേപോലെ തന്നെ ടെസ്റ്റ് നെക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊരു യഥാർത്ഥ മെഡിക്കൽ കണ്ടീഷനാണ്. നിങ്ങളുടെ ഫോണിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ തല താഴ്ത്താറുണ്ട്. അപ്പോഴെല്ലാം നിങ്ങളുടെ കഴുത്തിലെ കശേരുക്കൾ, അതായത് സെർവിക്കൽ സ്പൈൻ, ഏകദേശം 22 മുതൽ 27 കിലോഗ്രാം വരെ അധിക സമ്മർദ്ദം താങ്ങുന്നുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. അതൊരു 6 വയസ്സുള്ള കുട്ടിയെ നമ്മുടെ കഴുത്തിൽ ചുമക്കുന്നത് പോലെയാണ്. ദിവസത്തിന് ശേഷം ദിവസമായി നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുക. മണിക്കൂറിന് ശേഷം മണിക്കൂറുകളായി നമ്മളിത് ചെയ്യുന്നുണ്ട്. സ്ക്രോളിന് ശേഷം സ്ക്രോളിനായി നമ്മൾ ചെയ്യുന്നുണ്ട്. സർജിക്കൽ ടെക്നോളജി ഇന്റർനാഷണലിൽ 2014 വന്ന ഒരു പഠനം ദീർഘകാല നട്ടെല്ലിനുണ്ടാകുന്ന സമ്മർദ്ദവും പേശികളുടെ കാഠിന്യവും നേരത്തെയുള്ള സന്ധിവാതം, വിട്ടുമാറാത്ത ക്ഷീണം എന്നിവയെക്കുറിച്ചൊക്കെ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇവയെല്ലാം നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന കോണിൽ നിന്നുണ്ടാകുന്നതിന് ഒരു കാരണമായി മാറുന്നത്. ഇങ്ങനെ ജീവിക്കാൻ നിർമ്മിക്കപ്പെട്ടവരല്ല നമ്മുടെ ശരീരം. നമ്മുടെ ശരീരഭാഗങ്ങളുടെ സത്യത്തിൽ നിലവിളിക്കുകയാണ്. എന്നാൽ സ്ക്രോൾ നമ്മളെ മരവിപ്പിക്കുകയാണ്. ഇനി നിങ്ങളുടെ കണ്ണുകളിലേക്ക് കടക്കാം. ഒരു സാധാരണ മിനിറ്റിൽ നമ്മൾ ഏകദേശം 15 മുതൽ 20 തവണ വരെ കണ്ണ് ചിമ്മാറുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഈർപ്പവും ആരോഗ്യവും നിലനിർത്താൻ ഇത് ഭയങ്കര അത്യാവശ്യമാണ്. എന്നാൽ നിങ്ങളൊരു സ്ക്രീനിലേക്ക് അള്ളിപ്പിടിച്ച് നോക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെ വേഗതയേറിയ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ടുള്ള ഒന്നിനെ നോക്കുമ്പോൾ, ഒരു മിനിറ്റിൽ കണ്ണ് ചിമ്മുന്നത് 5-ൽ താഴെയായി കുറയും, അല്ലെങ്കിൽ അതിലും താഴെ. ഇത് ഡിജിറ്റൽ ഐ സ്ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ കണ്ടീഷന് കാരണമാകും. വരണ്ട കണ്ണുകൾ, മങ്ങിയ കാഴ്ച, തലവേദന, കൗമാരക്കാരിൽ വർദ്ധിച്ചു വരുന്ന ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ, ഇതൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യൻ ജേണൽ ഓഫ് ഒഫ്താൽമോളജിയിൽ 2020 പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കൗമാരക്കാർക്കിടയിൽ കാഴ്ച പ്രശ്നങ്ങളിൽ ഗണ്യമായ വർധനവ് കാണുന്നുണ്ട്. ഇത് ദീർഘനേരത്തെ സ്ക്രീൻ ടൈമുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായി അവർ പറയുന്നു, പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ആപ്പുകളിൽ നിന്ന്. നമ്മൾ ഉറക്കത്തെക്കുറിച്ച് ഇതുവരെ പറഞ്ഞില്ലല്ലേ. ഇൻസ്റ്റാഗ്രാം നീല വെളിച്ചം ധാരാളമായി പുറപ്പെടുവിപ്പിക്കുന്ന ഒരു ആപ്പാണ്. കാര്യം അത് നമുക്ക് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള നിറമാണ്. നീല വെളിച്ചം മെലാനോട്ടോണിൻ എന്ന ഹോർമോണിനെയാണ് നശിപ്പിച്ച് കളയുന്നത്. മെലാനോട്ടോണിൻ ഒരു സ്വാഭാവിക ഹോർമോണും നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ഉറക്കത്തിന്റെ സിഗ്നൽ തലച്ചോറിന് കൊടുക്കുകയും വിശ്രമത്തിന്റെ സമയം അടയാളപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു തലച്ചോറിന്റെ ഹോർമോണാണ്. എന്നാൽ നിങ്ങൾ കിടക്കയിൽ പുതപ്പിന്റെ അടിയിൽ രാത്രി 11 മണിക്ക് അല്ലെങ്കിൽ പുലർച്ചെ 2 മണിക്ക് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് വിചാരിക്കുന്നത് ഇപ്പോഴും ഉച്ച സമയമാണ് എന്നാണ്. നമ്മുടെ ശരീരത്തിൽ സൂര്യപ്രകാശവും
മൊബൈൽ സ്ക്രീൻ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് മനസ്സിലാക്കാനൊന്നും കഴിയില്ല. അതിനാൽ അതെപ്പോഴും ഉണർന്നിരിക്കും. ക്ഷീണിതനായി ഉത്കണ്ഠയോടെ ഡിജിറ്റൽ ഉറക്കമില്ലായ്മ, അതായത് ഡിജിറ്റൽ ഇൻസോംനിയയുടെ പിടിയിലാണ് പിന്നീട് നമ്മൾ അകപ്പെടുക. എന്നാൽ ഈ ആഘാതം ശാരീരികം മാത്രമല്ല, അത് നമ്മുടെ ശ്രദ്ധയിലും നമ്മുടെ സ്വപ്നങ്ങളിലേക്കും നമ്മുടെ ഭാവിയിലേക്കും ഇഴഞ്ഞു കയറും. ഒരു ഉദാഹരണത്തിന് മീര എന്ന് പറയുന്ന സാങ്കല്പികമായിട്ടുള്ള പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാം. അവൾക്ക് 17 വയസ്സായിരുന്നു. മിടുക്കിയാണ്, നല്ല ബുദ്ധിയുണ്ട്, തീപ്പൊരിയായിട്ട് സംസാരിക്കും. അവൾക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും കഠിനമായ എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയായ IIT JEE ക്രാക്ക് ചെയ്യുക. എല്ലാ ദിവസവും അവൾ സ്വയം ഒരേ കാര്യം പറഞ്ഞു: ഞാൻ വെറും 5 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം നോക്കാം, എന്നിട്ട് പഠിക്കാം. ഒരു റിലാക്സേഷനാണ്. പക്ഷേ 5 മിനിറ്റ് 10 ആയി, 10 20ആയി. താമസിയാതെ റിവിഷന് വേണ്ടി നീക്കി വെച്ച പ്രഭാതങ്ങൾ റീലുകളുടെയും എക്സ്പ്ലോറർ പേജുകളുടെയും അനന്തമായ കുഴിയിലേക്ക് വീണു. മീര മടിച്ചിയായിരുന്നില്ല. അവൾക്ക് മോട്ടിവേഷനൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നില്ല. എന്നാലും തോൽപ്പിക്കപ്പെട്ടു. അൽഗോരിതം അവളുടെ പ്രഭാതങ്ങളെ മോഷ്ടിച്ചു. അവളുടെ ഏകാഗ്രതയെ, മികവിനെ അത് നശിപ്പിച്ചു. അതൊക്കെ തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും പ്രകടനം കുറഞ്ഞു, ആത്മവിശ്വാസം തകർന്നു. വർഷങ്ങളായി പരിപോഷിപ്പിച്ച അവളുടെ സ്വപ്നങ്ങൾ വിരലുകൾക്കിടയിൽ വഴുതിപ്പോകുകയായിരുന്നു. ബുദ്ധിക്കുറവുള്ളത് കൊണ്ടല്ല ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്, മറിച്ച് ശ്രദ്ധ ഇല്ലാതാകുന്നത് കൊണ്ടാണ്. നമ്മൾ സമ്മതിക്കാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ വഴികൾ ഇൻസ്റ്റാഗ്രാം അക്കാദമിക് പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. 2012 ഗവേഷകനായ റെയ്നോൾഡ് ജൂങ്കോ കണ്ടെത്തിയത് പഠന സമയത്ത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞ GPA, ദുർബലമായ ഓർമ്മശക്തി നിലനിർത്തൽ, വേഗത കുറഞ്ഞ പ്രശ്നപരിഹാര ശേഷി എന്നിവയുണ്ട് എന്നാണ്. എന്തുകൊണ്ടാണ്? മൾട്ടി ടാസ്കിങ്. ആപ്പുകളും അസൈൻമെൻറ്റുകളും തമ്മിൽ നിരുപദ്രവപരമായിട്ടുള്ള ഒരു സ്വൈപ്പിംഗ് അല്ലെങ്കിൽ ഷിഫ്റ്റിംഗ് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ കൊഗ്നിറ്റീവ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ് അവിടെ ഉണ്ടാകുന്നത്. നിങ്ങളുടെ തലച്ചോറിന് ഒരു വർക്കിംഗ് മെമ്മറി ഉണ്ട്, ശ്രദ്ധയും യുക്തിയും നിലനിൽക്കുന്ന ഒരിടം. ഓരോ തവണ നിങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിലേക്ക് മാറുമ്പോഴും തിരിച്ച് പാഠപുസ്തകത്തിലേക്ക് വരുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിന് റീബൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. അത് തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ പറയുന്നതനുസരിച്ച് ടാസ്ക് സ്വിച്ചിങ് എന്ന് പറയുന്നത് ഉൽപ്പാദനക്ഷമത 40% വരെ കുറയ്ക്കാൻ കാരണമാവും. അത് നമ്മുടെ കഴിവിൻ്റെ പകുതിയോളം വരുന്നുണ്ട്. ഓരോ നോട്ടിഫിക്കേഷനിലും ഒലിച്ചു പോകുന്നത് നമ്മുടെ ഈ ഒരു ശ്രദ്ധയാണ്. ഇന്ത്യയിലെ ബനസ്താലി വിദ്യാപീഠ സർവകലാശാലയിൽ നിന്നുള്ള ഒരു സമീപകാല പഠനം കണ്ടെത്തിയത് ഇൻസ്റ്റാഗ്രാമിൽ ദിവസവും 4 മണിക്കൂറിലധികം ചെലവഴിച്ച 72% വിദ്യാർത്ഥികളും അവരുടെ അക്കാദമിക വിലയിരുത്തലുകളിൽ അല്ലെങ്കിൽ ആ ഒരു അനാലിസിസിൽ ശരാശരിക്ക് താഴെ മാത്രമേ സ്കോർ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു വ്യക്തിപരമായിട്ടുള്ള പോരാട്ടം അല്ലല്ലോ, ഒരു ദേശീയ അടിയന്തരാവസ്ഥയാണെന്ന് ഞാൻ പറയും. നമ്മളൊരു നിശബ്ദ പ്രതിസന്ധിയിലൂടെയാണ് ജീവിക്കുന്നത്. കഴിവില്ലായ്മയോ കഠിനാധ്വാനത്തിന്റെ കുറവോ കൊണ്ടല്ല. സ്വപ്നങ്ങൾ ചോർന്നു പോകാൻ പ്രധാന കാരണം ഡിജിറ്റൽ രൂപകൽപ്പനയാണ്. നമ്മുടെ സമയം അത് മോഷ്ടിക്കുന്നത് കൊണ്ടാണ്. ഈ മോഷണത്തിന്റെ മറ്റൊരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ഹോബികളെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരു കാലത്ത് നിങ്ങൾക്കവ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഗിറ്റാർ വായിക്കുന്നതിലോ അനിമേഷൻ ചെയ്യുന്നതിലോ നിങ്ങളുടെ മുറിയിൽ നൃത്തം ചെയ്യുന്നതോ ചെറുകഥകൾ എഴുതുന്നതോ വൈകുന്നേരം 5 മണിക്ക് ഫുട്ബോൾ കളിക്കാനോ ക്രിക്കറ്റ് കളിക്കാനോ പോകുന്നതോ ഒക്കെ ആയിരിക്കും. ഇപ്പോൾ ആ സമയം ലൂപ്പുകൾ കൊണ്ടുപോവുകയാണ്. റീലുകൾക്ക്, സ്റ്റോറികൾക്ക്, സ്വൈപ്പുകൾക്ക്, എന്തോ ആണെന്ന് തോന്നുന്ന എന്നാൽ ഒന്നും അവശേഷിപ്പിക്കാത്ത ചെറിയൊരു ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടി നമ്മൾ നമ്മുടെ ഹോബികൾ ബലിയഴിച്ചു. സത്യം ഇതാണ്. ഇൻസ്റ്റാഗ്രാം ഹോബികളെ കൊല്ലും. കാരണം ഹോബികൾക്ക് സമയം ആവശ്യമാണ്. അവയ്ക്ക് കൂടുതൽ നമ്മൾ അസ്വസ്ഥരാവണം, പരിശ്രമിക്കണം, ക്ഷമ വേണം. എങ്കിലൊക്കെ നമ്മുടെ ഹോബികളെ നമുക്ക് നിലനിർത്താൻ പറ്റും. തൽക്ഷണമായിട്ടുള്ളൊരു ഫലവും അത് തരുന്നില്ല. എന്നാൽ ഇൻസ്റ്റാഗ്രാം എന്താണ് ചെയ്യുന്നത്? അത് എളുപ്പത്തിൽ കിട്ടുന്ന സന്തോഷമാണ്. എല്ലായ്പ്പോഴും കയ്യെത്തും ദൂരത്തുണ്ട്. ജേണൽ ഓഫ് അഡോളസെന്റ് ഹെൽത്തിൽ നിന്നുള്ളൊരു പഠന റിപ്പോർട്ട് അനുസരിച്ച് സംഗീതം, കല അല്ലെങ്കിൽ കായികം എന്നിവയിൽ ഒരിക്കൽ അഭിനിവേശം ഉണ്ടായിരുന്ന കൗമാരക്കാരിൽ ഇൻസ്റ്റാഗ്രാമിൽ ദിവസവും 6 മണിക്കൂറിലധികം ചെലവഴിച്ചതിന് ശേഷം നോക്കിയപ്പോൾ അവർ താല്പര്യങ്ങൾ ഉപേക്ഷിച്ചു എന്നുള്ളതാണ്. അവർക്ക് സമയം മാത്രമല്ല നഷ്ടപ്പെട്ട, അവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭാഗങ്ങൾ നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിൽ അതെങ്ങനെ ബാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഉദാഹരണത്തിന് ചരൺ എന്ന് പറയുന്ന ഒരു വ്യക്തി എടുക്കാം. 19 വയസ്സ്, ഹൈദരാബാദിലാണ് ജീവിക്കുന്നത്. ദിവസം 8-9 മണിക്കൂർ ഇൻസ്റ്റാഗ്രാം ഉപയോഗിച്ചു. അവൻ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നത് നിർത്തി, പുറത്തു പോകുന്നത് നിർത്തി, ഒടുവിൽ സോഷ്യൽ വിഡ്രോവൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. തെറാപ്പിയിൽ അവൻ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം പറഞ്ഞു: ആളുകൾ എൻ്റെ സ്റ്റോറികൾ കാണുമ്പോൾ മാത്രമേ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നെനിക്ക് തോന്നും. മറ്റൊരാൾ ഇക്രയാണ്, ഡൽഹി യൂണിവേഴ്സിറ്റി ക്ലാസ്സിലെ ടോപ്പർ, മുഴുവൻ A ഗ്രേഡുകൾ. എന്നാൽ ഇൻസ്റ്റാഗ്രാം അവളുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗമാക്കി അവൾ കണ്ടു. അവളുടെ ഗ്രേഡുകൾ കുറഞ്ഞു, അവളുടെ ആത്മവിശ്വാസം തകർന്നു. ശ്രദ്ധാപൂർവ്വം ക്രിയേറ്റ് ചെയ്തൊരു ഫീഡ് ഒരു മുഖംമൂടി മാത്രമായിരുന്നു. അത് അവളുടെ ശ്വാസം മുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയി. ഇതുപോലെ പല ടെക്കികളും ജോലി ചെയ്യുന്നവരുമൊക്കെ സ്വന്തം ജോലി കളഞ്ഞിട്ട് ഡിജിറ്റൽ മേഖലയിൽ വന്ന് പൈസ ഉണ്ടാക്കാൻ നോക്കുമ്പോൾ ആക്ച്വലി അവർക്ക് ആദ്യം നല്ല പണം കിട്ടുമെങ്കിലും പിന്നീട് തളരും, ഇൻട്രസ്റ്റ് പോകും. ഇപ്പോൾ പലരും ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ഡീറ്റോക്സിംഗ് വർക്ക്ഷോപ്പുകളൊക്കെ എടുക്കുന്നതായിട്ട് എനിക്കറിയാം. മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകി ഇതിൽ വീഴരുത് എന്നവർ പറയാറുണ്ട്. ഒരു തുള്ളി ഡോപ്പമിന് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ വിൽക്കരുത്. കൂടാതെ നമ്മൾ ദുർബലരല്ല, നമ്മൾ മടിയരല്ല.
നമ്മൾ ഇങ്ങനെ പ്രതികരിക്കാൻ വയർ ചെയ്യപ്പെട്ടവരാണ്. ഈ വയറിംഗ് നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ ഒരു സ്ട്രക്ചർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റീവയർ ചെയ്ത് തുടങ്ങാം. എന്തുകൊണ്ടാണ് എനിക്ക് സ്ക്രോൾ ചെയ്യുന്നത് നിർത്താൻ കഴിയാത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഉത്തരം. കാരണം ഇത് അച്ചടക്കത്തിന്റെ കുറവല്ല, ഇത് രൂപകൽപ്പനയുടെ സാന്നിധ്യമാണ്. നിങ്ങൾ നിങ്ങളുടെ ഇച്ഛാശക്തിയോടല്ല പോരാടുന്നത്. നിങ്ങളെ അടിമയാക്കി നിലനിർത്താൻ ശമ്പളം വാങ്ങുന്ന എഞ്ചിനീയർമാരോടും മനഃശാസ്ത്രജ്ഞരോടും ഡാറ്റാ സയന്റിസ്റ്റുകളോടും അതുപോലെയുള്ള ഒരു വലിയ സൈന്യത്തോടുമാണ് പോരാടുന്നത്. ഇൻസ്റ്റാഗ്രാം വെറും ഒരു ആപ്പല്ല, അതൊരു ഉൽപ്പന്നമാണ്. ഏതൊരു ഉൽപ്പന്നത്തെയും പോലെയും അതിനൊരു പ്രധാന ലക്ഷ്യമുണ്ട്, അതിൻ്റെ ഉപയോഗം പരമാവധിയാക്കുക. കാരണം നിങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കും തോറും നിങ്ങൾ കൂടുതൽ പരസ്യങ്ങൾ കാണും. നിങ്ങൾ കൂടുതൽ പരസ്യങ്ങൾ കാണും തോറും അവർക്ക് കൂടുതൽ പൈസ കിട്ടും. ഒരു ഇന്ത്യൻ ഉപഭോക്താവിൽ നിന്നും ഇൻസ്റ്റാഗ്രാം ഒരു വർഷം ഏകദേശം 500 മുതൽ 1200 രൂപ നേടുന്നതായിട്ട് പഴയ ഒരു കണക്കുണ്ട്, ഇപ്പോൾ കൂടി കാണും. നമ്മൾ നൽകുന്ന സമയമാണ് ഇതിന് കാരണം. ആ സമയം മാത്രമല്ല, നമ്മുടെ ശ്രദ്ധയും പരസ്യം ചെയ്യുന്നവർക്ക് നമ്മൾ വിൽക്കുന്നുണ്ട്. നിങ്ങൾ ചെലവഴിക്കുന്ന ഓരോ സെക്കൻഡും ഒരു ഡാറ്റാ പോയിന്റാണ്. നിങ്ങൾ നൽകുന്ന ഓരോ പ്രതികരണവും ഓരോ റിയാക്ഷനും ഒരു ഉൽപ്പന്നത്തിനോടുള്ള ഫീഡ്ബാക്കാണ്. നിങ്ങൾ ഉപഭോക്താവല്ല, നമ്മളൊരു കാർഗോയാണ്, നമ്മളൊരു ചരക്കാണ്. ഇൻസ്റ്റാഗ്രാം നിങ്ങളെ കണ്ടെത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളടക്കത്തെ മനസ്സിലാക്കി കഴിഞ്ഞാൽ കൂടുതൽ ശേഖരിക്കാൻ ശ്രമിക്കും. അത് നിങ്ങളുടെ ഒരു മൈക്രോഫോൺ ഇൻപുട്ട് മുതൽ നമ്മുടെ സ്ക്രീൻ ടൈം, ബാറ്ററിയുടെ ചാർജ്, നെറ്റ്വർക്കിന്റെ സ്പീഡ് തുടങ്ങിയവ പോലും ശേഖരിക്കാറുണ്ട്. എന്തിനാണ്? നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാളും നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും നമ്മളെക്കാളും കൂടുതലായി കൃത്യമായി മനഃശാസ്ത്രപരമായി നമ്മളെക്കുറിച്ചുള്ള ഒരു വിർച്വൽ പ്രൊഫൈൽ അത് നിർമ്മിക്കുന്നുണ്ട്. ഈ പ്രൊഫൈൽ പരസ്യം ചെയ്യുന്നവർക്ക് വിൽക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, അവർക്ക് ഷൂസോ മേക്കപ്പ് ഉൽപ്പന്നമോ വിൽക്കാൻ മാത്രമല്ല താല്പര്യം, നിങ്ങളുടെ വ്യക്തിത്വവും വിൽക്കാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ ആരായിരിക്കണമെന്ന് നിങ്ങളോട് പറയാനും, നിങ്ങൾ എന്ത് ആഗ്രഹിക്കണമെന്ന് നിങ്ങളോട് പറയാനും, നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കാനും ഒരു പരസ്യത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം വാഗ്ദാനം ചെയ്യാനും ശ്രമിക്കും. ഇത് ഭയങ്കരമായിട്ടുള്ള ഹൈപ്പർ പേഴ്സണലൈസ്ഡ് ആണ്. ഇത് നിങ്ങളുടെ ഏറ്റവും ഡീപ്പായിട്ടുള്ള നിങ്ങളുടെ ഇൻസെക്യൂരിറ്റികളെ ലക്ഷ്യം വെച്ചിട്ട് അൽഗോരിതപരമായിട്ട് രൂപകൽപ്പന ചെയ്ത് പൈസ നിങ്ങളിൽ നിന്ന് ഉണ്ടാക്കാനും നിങ്ങളെ കൊണ്ട് വാങ്ങിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. നമ്മൾ മുഖക്കുരു എന്ന് തിരഞ്ഞാൽ ചർമ്മ സംരക്ഷണ പരസ്യങ്ങളുടെ ഒരു പ്രളയം തന്നെ ഉണ്ടാവും. നമ്മളൊരു ഫിറ്റ്നസ് പോസ്റ്റിൽ കൂടുതൽ സമയം ചെലവഴിച്ചാൽ നമ്മുടെ ഡയറ്റിന് വേണ്ടിയും ഡയറ്റ് ടീകളും വർക്കൗട്ട് പ്രോഗ്രാമുകളും ബോഡി ട്രാൻസ്ഫർമേഷൻ പേജുകളും ഒക്കെ ആയിട്ട് അതിങ്ങ് വരും. അവർ നിങ്ങളുടെ മനസ്സ് വായിക്കുകയല്ല, അത് നമ്മുടെ പെരുമാറ്റത്തെ വായിക്കുകയാണ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്കെതിരെ തന്നെ അവർ ഉപയോഗിക്കുക. ഇവിടെയാണ് പ്രധാന കാര്യം. നിങ്ങളത് ശ്രദ്ധിക്കുന്നില്ല. കാരണം ഈ പ്രക്രിയ അദൃശ്യമാണ്, ഇത് തടസ്സമില്ലാത്തതാണ്. നമ്മൾ മീമുകൾ കണ്ടിച്ചിരിക്കുമ്പോഴും പൂച്ചയുടെ വീഡിയോകൾ കാണുമ്പോഴും ഒക്കെ തന്നെ, അല്ലെങ്കിൽ സ്റ്റോറികൾ പങ്കിടുമ്പോഴും ഒക്കെ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇതൊരു വഞ്ചനയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു നിമിഷം നമ്മളൊന്ന് ചോദിച്ചു നോക്കുക, നമ്മളൊരു 6 മണിക്കൂർ സ്ക്രീൻ ടൈം കൊണ്ട് ആർക്കാണ് പ്രയോജനം? നിങ്ങളുടെ മുഖത്തെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ജീവിതത്തെക്കുറിച്ചോ നിങ്ങൾക്ക് മോശമായി തോന്നുമ്പോൾ വേറൊരാൾക്ക് അവിടെ ലാഭം ഉണ്ടാവുകയാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു അപരിചിതനുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർക്കാണ് വിജയം? കാരണം ഓപ്പോസിറ്റ് ഉള്ളത് നിങ്ങളല്ല, അതൊരു യന്ത്രമാണ്. നിങ്ങൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം അതിന് നിങ്ങളെ തകർത്താലും അതിന് പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്കറിയാം, സ്ക്രോൾ നിരപരാധിയല്ല, ആപ്പ് നിരുപദ്രവകരമല്ല. നിങ്ങളുടെ സമയം യഥാർത്ഥത്തിൽ നിങ്ങളുടേതല്ലെന്നും അദൃശ്യമായ അൽഗോരിതങ്ങൾ അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും മനസ്സിലായില്ലേ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം ഇതാണ്, നിങ്ങൾക്കിത് വീണ്ടെടുക്കാൻ കഴിയും. നമ്മുടെ സമയം നമുക്ക് തിരികെ എടുക്കാം. നമ്മുടെ ശ്രദ്ധ, നമ്മുടെ കഴിവ്, സർഗാത്മകത, സമാധാനം എന്നിവയൊക്കെ തന്നെ തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനെ ഒരു ലളിതമായ കാര്യത്തിൽ നിന്ന് ആരംഭിക്കാം. അവബോധം. നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. നമ്മളെ വലിച്ചു കൊണ്ടുപോവുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന നിമിഷം, ആ ലൂപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന നിമിഷം, ഇതിനോടകം തന്നെ മോചനം നേടാൻ തുടങ്ങിയ നിമിഷമാണ്. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇതിൻ്റെ സൂചന ആരംഭിച്ചു. റെസ്ക്യൂ ടൈം, മൊമെന്റ് തുടങ്ങിയ ചില ആപ്ലിക്കേഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ബിൽറ്റ് ഇൻ സ്ക്രീൻ ടൈം ട്രാക്കർ പോലെയുള്ള ഉപകരണങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എത്ര ഭാഗം നമ്മൾ ഇൻസ്റ്റാഗ്രാം പോലെയുള്ള സോഷ്യൽ മീഡിയയ്ക്ക് കൈമാറുന്നു എന്ന് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമ്മതമില്ലാതെ പലപ്പോഴും അത് ഡാറ്റ ശേഖരിക്കുന്നുണ്ട് എങ്കിലും നമ്മൾ 5 മണിക്കൂറിൽ കൂടുതൽ ശരാശരി ഇൻസ്റ്റാഗ്രാമിലേക്ക് തുറിച്ചു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വാണിംഗ് തരാൻ പറ്റുന്ന ഒരു ഉപകരണം ഉണ്ടെങ്കിൽ അവിടെ തന്നെ നമ്മൾ ഞെട്ടും. നമ്മൾ ഒരു മോശം ശീലത്തെക്കുറിച്ച് മാത്രമല്ല കൈകാര്യം ചെയ്യുന്നത്, നമ്മൾ റീപ്രോഗ്രാം ചെയ്യപ്പെട്ട ഒരു തലച്ചോറിനെതിരെയാണ് പ്രവർത്തിക്കുന്നത്. അതിനാൽ നമ്മൾ ഓട്ടോ പൈലറ്റ് മോഡിനെ തടസ്സപ്പെടുത്തേണ്ടതുണ്ട്. ഇൻസ്റ്റാഗ്രാം ഒന്ന് നിർത്തുക, സ്വയം ചോദിക്കുക, എനിക്കിത് ശരിക്കും ഇപ്പോൾ വേണോ? കാരണം മിക്ക സമയത്തും നമ്മൾ ആപ്പ് തുറക്കാൻ തീരുമാനിക്കുന്നതല്ല, അത് താനേ സംഭവിക്കുന്നതാണ്. എന്നാൽ ഒരു നിമിഷം നമ്മൾ നിർത്തി ഒന്ന് ചിന്തിക്കുന്ന നിമിഷം യഥാർത്ഥത്തിലുള്ള പരിവർത്തനം ആരംഭിക്കും. അത് കൂടുതൽ ഡീപ്പായിട്ടുള്ള ഒന്നിൽ നിന്നാണ് വരുന്നത്. അതൊരു വ്യക്തിത്വ മാറ്റം, അതായത് ഐഡന്റിറ്റി ഷിഫ്റ്റിൽ നിന്നാണ് വരുന്നത്. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിൽ എഴുത്തുകാരൻ ജെയിംസ് ക്ലിയർ ഇങ്ങനെ എഴുതുന്നുണ്ട്, യഥാർത്ഥ പെരുമാറ്റം അല്ലെങ്കിൽ യഥാർത്ഥ പെരുമാറ്റ മാറ്റം വ്യക്തിത്വത്തിന്റെ മാറ്റമാണ്. ലക്ഷ്യം ഒരു പുസ്തകം വായിക്കുക എന്നതിലല്ല, ലക്ഷ്യം ഒരു വായനക്കാരനാവുക എന്നതിലാണ്. അതുകൊണ്ട് ലക്ഷ്യം ഇൻസ്റ്റാഗ്രാം ഉപേക്ഷിക്കുക എന്നതിലല്ല, പകരം അതിനാവശ്യമില്ലാത്ത ഒരാളായി നമ്മൾ മാറുക എന്നുള്ളതാണ്. അതിനാൽ വെറുതെ പറയരുത് ഞാൻ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ളത്. പകരം വിർച്വൽ അംഗീകാരത്തേക്കാൾ യഥാർത്ഥ സാന്നിധ്യത്തിന് വില കൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് സ്വയം പറയുകയും മാറുകയും ചെയ്യുക.
കാരണം നിങ്ങളുടെ വ്യക്തിത്വം മാറിയ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും അത് പിന്തുടരും. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പരസ്യമാക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട് പറയുക, ഉത്തരവാദിത്തങ്ങൾ സൃഷ്ടിക്കുക. അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ കണ്ടെത്തിയത് പൊതുവായി ലക്ഷ്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിക്ക് 65% ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിനാൽ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ ആഴ്ച ഞാൻ ഇൻസ്റ്റാഗ്രാം 50% കുറയ്ക്കുകയാണ്. ഈ വാരാന്ത്യത്തിൽ ഞാനൊരു ഡിജിറ്റൽ ഡീറ്റോക്സ് ചെയ്യുകയാണ്. ഈ മാസം ഞാൻ എൻ്റെ പ്രഭാതങ്ങൾ വീണ്ടെടുക്കുകയാണ്. നിങ്ങൾക്ക് പൂർണ്ണതയുടെ ആവശ്യമില്ല, നിങ്ങൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് സന്തോഷം നഷ്ടപ്പെടുമോ എന്ന് ഭയമുണ്ടെങ്കിൽ ഭയപ്പെടേണ്ട. കാരണം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ തേടുന്ന യഥാർത്ഥ സന്തോഷം, ആവേശം, ചിരി, അംഗീകാരം ലോകത്ത് റിയലായിട്ട് മറ്റെവിടെയെങ്കിലും കണ്ടെത്താൻ കഴിയും. സുഹൃത്തുക്കൾക്കിടയിൽ, പാർട്ണറിനിടയിൽ, വീട്ടിൽ. അതെങ്ങനെ കണ്ടെത്തണമെന്ന് നിങ്ങൾ പഠിക്കണം. ഗെയിമിഫൈഡ് പ്രൊഡക്ടിവിറ്റി പരീക്ഷിക്കുക. ഫോറസ്റ്റ് പോലെയുള്ള ആപ്പുകൾ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഓരോ തവണയും നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഹാബിറ്റ് മാറുമ്പോൾ മരം വളർത്തുന്നത് പോലെയുള്ള ആപ്പുകൾ നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ പ്രതിഫലനങ്ങൾ ഉള്ളതായി തോന്നും. നിങ്ങൾ ഇപ്പോഴും ഡോപ്പമിൻ തേടുന്നുണ്ട്, എന്നാൽ നിങ്ങൾ നേടുന്നത് മറ്റൊരാളുടെ ഹൈലൈറ്റഡ് റീൽ സ്ക്രോൾ ചെയ്തുകൊണ്ടല്ല, മറിച്ച് സ്വയം കെട്ടിപ്പടുത്തതുകൊണ്ടാണ്. ഏറ്റവും പ്രധാനമായി വീണ്ടും കഠിനമായ കാര്യങ്ങൾ ചെയ്യുക. അവ ആദ്യം വിരസമാണ്, പക്ഷേ അവ പിന്നീട് നല്ലതായി തോന്നും. കാരണം സംതൃപ്തി വരുന്നത് ആശ്വാസത്തിൽ നിന്നല്ല, അത് വെല്ലുവിളിയിൽ നിന്നാണ്. ആ ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഗിറ്റാർ എടുത്ത് വായിച്ചു നോക്കുക. നിങ്ങൾ മുറിയിൽ വീണ്ടും നൃത്തം ചെയ്യും. വെറും ഒരു ക്യാപ്ഷൻ അല്ല, ഒരു പുസ്തകം വായിക്കുക. ഇൻസ്റ്റാഗ്രാം നിശബ്ദമാക്കി പകരം വെച്ചതിനെ വീണ്ടും ജ്വലിപ്പിക്കുക. നിങ്ങളുടെ ഫോണിനായി കൈനീട്ടാതെ സൂര്യോദയം നോക്കുന്നത് സങ്കല്പിക്കുക. ഒരു സുഹൃത്തിനോടൊപ്പം ചിരിക്കുക. സ്വയം ആ ചിരിയിൽ ഇൻട്രസ്റ്റ് കാണുക. അത് സ്റ്റോറിയിൽ കാണുന്ന ലൈക്കോ ഷെയറിനോ വേണ്ടിയല്ല. നിങ്ങൾക്ക് വെറുതെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുക. വിരസത അനുഭവപ്പെടുന്നതും അതോടൊപ്പം ഓക്കെ ആയി മാറുന്നതും ഒക്കെ തന്നെ നല്ലതാണ്. കാരണം വിരസതയാണ് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കുന്നത്. അതാണ് പുതിയ വിപ്ലവം, അതാണ് പുതിയ ടൂൾ. സോ ഈ ഒരു ലോകം നമുക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ പുതിയ തലമുറയിൽ ഉണ്ടാകുന്ന ഈ ഒരു വലിയ മാറ്റം സത്യത്തിൽ ഇന്ത്യയെ തന്നെ നശിപ്പിക്കും എന്നൊരു പ്രശ്നവുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ യുവജന സംഖ്യയുള്ളത് ഇന്ത്യയിലാണ്. ഭാവിയെ മാറ്റാൻ കഴിയുന്ന ഒരു ജനസംഖ്യാപരമായിട്ടുള്ള നേട്ടമുണ്ടായിട്ടും നമ്മൾ സ്ക്രോൾ ലൂപ്പുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ സ്വപ്നങ്ങൾ ഡിജിറ്റൽ ശ്രദ്ധാശൈഥല്യം കൊണ്ട് ചോർന്നു പോവുകയാണെങ്കിൽ നമ്മൾ ഓരോ നിമിഷവും നഷ്ടപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല, പിക്സലുകളെ പിന്തുടർന്ന് നമ്മൾ ചിലവഴിക്കുന്ന ഓരോ മണിക്കൂറുകളും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും യഥാർത്ഥ കാര്യങ്ങൾ നിർമ്മിക്കുന്നതിനും യഥാർത്ഥ പുരോഗതി കൈവരിക്കുന്നതും നഷ്ടപ്പെടുത്തുന്ന സമയങ്ങളായി മാറുകയാണ്. ലോകാരോഗ്യ സംഘടന ഇപ്പോൾ ഡിജിറ്റൽ ആസക്തിയെ വർദ്ധിച്ചു വരുന്ന ഒരു പൊതുജനാരോഗ്യ പ്രശ്നമായി അംഗീകരിക്കുന്നുണ്ട്. ഉത്കണ്ഠ, വിഷാദം, ശരീരത്തിന്റെ വൈരൂപ്യം, അതായത് ബോഡി ഡിസ്മോറിയ എന്നിവയുണ്ടാകുന്ന പാർശ്വഫലങ്ങളാണ് ഈ ഡിജിറ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. സോ നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, ഒന്നിച്ച് പോരാടാം. ജീവിതം ശൂന്യമല്ല എന്നും എല്ലാം നിറഞ്ഞതാണ്, യാഥാർത്ഥ്യം നിറഞ്ഞതാണെന്നും നാളെ നിങ്ങളൊരു ഫ്രണ്ട് റിക്വസ്റ്റിന് പകരം ഒരു വ്യക്തിയെ നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ പോസ്റ്റുകൾക്കും ഷെയറുകൾക്കും ലൈക്കുകൾക്കും പകരം നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ അടിസ്ഥാനം ഉണ്ടാക്കിയെടുക്കാനും മാറ്റവും സമാധാനവും സന്തോഷവും ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും എന്നൊരു കാര്യം കൂടിയുണ്ട്. നന്ദി.